തൃശൂരിലെ വാടാനപ്പള്ളിയിൽ ബി.ജെ.പി. കിറ്റ് വിതരണം നടത്തിയെന്നാരോപിച്ച് യു.ഡി.എഫ് നടത്തിയ പ്രതിഷേധത്തിൽ സംഘർഷമുണ്ടായി. കോൺഗ്രസ് സ്ഥാനാർത്ഥി ടി.എൻ. പ്രതാപൻ ഉൾപ്പെടെയുള്ള യു.ഡി.എഫ് പ്രവർത്തകരെ പോലീസ് അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രദേശത്ത് പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. എന്നാൽ കിറ്റ് നൽകിയവർ ഇപ്പോഴും പുറത്താണെന്നും പ്രശ്നം ചൂണ്ടിക്കാട്ടിയവരെ അകത്താക്കുന്നു എന്നും ടി.എൻ. പ്രതാപൻ വിമർശിക്കുകയും ചെയ്തു. വാടാനപ്പള്ളിയിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ ബി.ജെ.പി. ഭക്ഷ്യകിറ്റ് നൽകിയെന്ന ആരോപണം കടുപ്പിക്കുകയാണ് കോൺഗ്രസ്. ആ പ്രദേശത്തെ വ്യാപാരിയുടെ ഗോഡൌണിൽ നിന്ന് സാധനം കടത്താൻ ശ്രമിച്ചെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. വ്യാപാരിയുടെ വീട്ടിൽ എത്തിയ നടൻ ദേവനടക്കമുള്ള ബി.ജെ.പി. നേതാക്കളെ കോൺഗ്രസ് പ്രവർത്തകർ അവിടെ തടഞ്ഞുവെക്കുകയും ചെയ്തു. വാടാനപ്പള്ളിയിലെ ചാമ്പ്യൻ സൂപ്പർ മാർക്കറ്റ് കേന്ദ്രീകരിച്ച് 4000-ഓളം കിറ്റുകൾ വിതരണത്തിന് തയ്യാറാക്കുന്നു എന്ന വിവരമറിഞ്ഞ് യു.ഡി.എഫ് സ്ഥാനാർത്ഥി ടി.എൻ. പ്രതാപന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ പ്രതിഷേധവുമായെത്തിയതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. അതിന് പിന്നാലെ എൽ.ഡി.എഫ് പ്രവർത്തകരും ഈ പ്രതിഷേധത്തിൽ പങ്കുചേർന്നതോടെ ആ പ്രദേശം യുദ്ധസമാനമായ ഒരു അന്തരീക്ഷത്തിലായി. വാടാനപ്പള്ളിയിലെ ചാമ്പ്യൻ സൂപ്പർ മാർക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന കിറ്റുകൾ പോലീസ് പിന്നീട് കസ്റ്റഡിയിലെടുത്തു. സൂപ്പർ മാർക്കറ്റ് ഉടമയെയും ഈ കിറ്റുകൾ ഓർഡർ ചെയ്ത വാടാനപ്പള്ളി സ്വദേശി ബി.ജെ.പി. പ്രവർത്തകനായ സതീഷിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാളാണ് കിറ്റ് ഓർഡർ ചെയ്തതെന്ന് കടയുടെ ഉടമ മൊഴി നൽകുകയും ചെയ്തു. 4000 കിറ്റുകൾ വിഷുവിനായി നൽകാൻ വേണ്ടിയാണ് ഓർഡർ ചെയ്തതെന്ന് സതീഷ് പോലീസിനോട് പറഞ്ഞു. 4000-ഓളം കിറ്റുകൾ സ്ഥലത്ത് സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ദേവൻ ആ കിറ്റിന്റെ പണം നൽകാൻ വന്നതാണെന്നും കോൺഗ്രസ് പറയുന്നു. വലിയ സംഘർഷാവസ്ഥയാണ് ഇവിടെ ഇന്നലെ ഉണ്ടായത്. ബി.ജെ.പി. കോൺഗ്രസ് പ്രവർത്തകർ ഏറെ നേരം നേർക്കുനേർ നിലയുറപ്പിച്ചു. ദേവനെ കസ്റ്റഡിയിൽ എടുക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഈ പ്രതിഷേധം. CCTV-യിൽ ദേവനും നേതാക്കളും ഗോഡൌണിൽ കയറുന്ന ദൃശ്യങ്ങളില്ലെന്നും ദേവനെ അടക്കം കസ്റ്റഡിയിൽ എടുക്കാനാവില്ലെന്നും കോൺഗ്രസ് നേതാക്കളെ പോലീസ് അറിയിക്കുകയും ചെയ്തു. കസ്റ്റഡിയിലെടുത്ത സൂപ്പർ മാർക്കറ്റ് ഉടമയെ ചോദ്യം ചെയ്ത് തെളിവുണ്ടെങ്കിൽ കേസെടുക്കുമെന്നും പോലീസ് പറയുന്നു. എന്നാൽ ദേവനെ കസ്റ്റഡിയിൽ എടുക്കാത്തത് പോലീസും ബി.ജെ.പിയുമായുള്ള ഒത്തുകളിയാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. പിരിഞ്ഞു പോകാൻ പോലീസ് നിർദ്ദേശിച്ചെങ്കിലും കോൺഗ്രസ് പ്രവർത്തകർ ആ സ്ഥലത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. എന്നാൽ യു.ഡി.എഫും എൽ.ഡി.എഫും പറയുന്നത് നുണയാണെന്ന് ബി.ജെ.പി. നേതാവും സിനിമാ നടനുമായ ദേവൻ പറയുന്നു. വാടാനപ്പള്ളിയിൽ താൻ എത്തിയത് ഒരു കുടുംബയോഗത്തിനാണെന്നും ചായ കുടിക്കാൻ വേണ്ടിയാണ് ഗോഡൌണിന് മുകളിലുള്ള വീട്ടിലെത്തിയെന്നും ദേവൻ പറഞ്ഞു. അങ്ങനെ താൻ ചായ കുടിച്ചിരിക്കുമ്പോൾ താഴെ വലിയൊരു ബഹളം കേൾക്കുന്നു. താഴേക്ക് നോക്കിയപ്പോൾ അവിടെ ടി.എൻ. പ്രതാപൻ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് കണ്ടെന്നും ദേവൻ പറഞ്ഞു. യു.ഡി.എഫും എൽ.ഡി.എഫും നുണ പറയുന്ന പാർട്ടിയാണെന്ന് എല്ലാവർക്കും അറിയുന്നതല്ലേ? അവർ ഇപ്പോഴും നുണയാണ് പറയുന്നത്. പല സ്ഥലങ്ങളിലും എനിക്ക് കുടുംബയോഗത്തിന് പോകണം. ഇന്നത്തെ പരിപാടി രാവിലെ 8 മുതൽ രാത്രി വരെയാണ്. 8 കുടുംബയോഗങ്ങളിൽ പങ്കെടുക്കണം. അതുപ്രകാരം 4ാമത്തെ കുടുംബയോഗം വാടാനപ്പള്ളിയിലാണ്. അരമണിക്കൂർ വൈകിയേ പരിപാടി ആരംഭിക്കുകയുള്ളൂ എന്ന് അറിയിച്ചപ്പോൾ എൻ്റെ കൂടെ വന്ന പാർട്ടിയിലെ സുഹൃത്ത് ഈ വീട്ടിൽ ചായ കുടിച്ചിരിക്കാമെന്ന് പറഞ്ഞു. കൂടെ വന്ന സുഹൃത്തിൻ്റെ മറ്റൊരു സുഹൃത്തിൻ്റെ വീടാണ് ഇതെന്നും ദേവൻ പറയുന്നു. എന്നാൽ ആ ഗോഡൌണിന് മുകളിൽ നിന്നും ദേവൻ സിനിമാറ്റിക് സ്റ്റൈലിൽ വെല്ലുവിളികളും പരിഹാസങ്ങളും ഒക്കെ നടത്തിയിരുന്നു. രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും ഇലക്ഷൻ സമയത്തൊക്കെ വിരൽ ചൂണ്ടി വെല്ലുവിളിക്കുന്നതും പരിഹസിക്കുന്നതുമൊക്കെ കയ്യാങ്കളിയിലെ അവസാനിക്കാറുള്ളൂ. സജീവ രാഷ്ട്രീയത്തിൽ പുതിയ ആളായതുകൊണ്ട് ദേവന് ഇതൊക്കെ ചിലപ്പോൾ അറിയാഞ്ഞിട്ടാകും. ഇങ്ങനെയുള്ള സമയത്തൊക്കെ ഒരു അടി തുടങ്ങിയാൽ സിനിമയിലെ പോലെ കട്ട് പറയാൻ അവിടെ ആളുണ്ടാകില്ല. ഒന്നുകിൽ അടികൊണ്ട് താഴെ വീഴും, അല്ലെങ്കിൽ പോലീസ് വന്ന് തൂക്കിയെടുക്കും. പിന്നെ ആശുപത്രിയും കോടതിയും കേസുമൊക്കെ ആകും. അതുകൊണ്ട് ആൾക്കൂട്ടത്തിന് മുന്നിൽ സംയമനം പാലിക്കുക എന്നതാണ് ആരോഗ്യകരമായ ശീലം.